ക്രൈസോബറൽ കാറ്റ്സൈ അല്ലെങ്കിൽ വൈഡൂര്യം എന്ന സ്റ്റോണിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ബെറിലിയം അലൂമിനിയം ഓക്സൈഡ് ആണ് ഈ ക്രൈസോബറൽ കാറ്റ്സൈ എന്ന് പറയുന്ന സ്റ്റോണിന്റെ കെമിക്കൽ കോമ്പോസിഷൻ. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ജെം സ്റ്റോൺ ആണിത്. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പൂച്ചയുടെ കണ്ണ് പോലെ നമുക്ക് ആ ഒരു അപ്പിയറൻസ് വിഷ്വൽ ഒബ്സർവേഷനിൽ നമുക്ക് തോന്നുന്ന ഒരു സ്റ്റോൺ കൂടെയാണ് കാറ്റ്സൈ. ആ ഒരു സ്റ്റോണിന്റെ സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു മൂവിങ് ബാൻഡ് സർഫസിലൂടെ ഫ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എക്സാക്ട്ലി പൂച്ചയുടെ ഒക്കെ കണ്ണില് കാണുന്നത് പോലെ തന്നെ. പിന്നെ ഇതിന്റെ മെയിൻ കളർ എന്ന് പറയുന്നത് യെല്ലോയിഷ് ഗ്രീൻ, അതേപോലെ ബ്രൗൺ, ഹണി കളർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. പിന്നെ ഗ്രേ കളർ, ഇങ്ങനെയുള്ള കളേഴ്സിലാണ് നമുക്ക് കാറ്റ്സൈ ലഭിക്കുന്നത്. അപ്പം ഇത് ഈ ഒരു ലൈറ്റ് അല്ലെങ്കിൽ മൂവിങ് ബാൻഡിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റോൺസിന്റെ ഉള്ളിലുള്ള ഇൻക്ലൂഷൻ ആണ്. ഇൻക്ലൂഷൻ എന്നുള്ളത് ഒരു സ്റ്റോണിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന കരടുകളെ അല്ലെങ്കിൽ വേറെ പാർട്ടിക്കിൾസിനെയാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പം കാറ്റ്സൈ സ്റ്റോണിന്റെ ഉള്ളിൽ ധാരാളം മൈന്യൂട്ട് ആയിട്ടുള്ള ലൈൻസ് അല്ലെങ്കിൽ ഫൈബേഴ്സ്, അതേപോലെ തന്നെ നീഡിൽസ്, പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന്റെ മേലേക്ക് ലൈറ്റ് പതിക്കുന്ന സമയത്ത് ഉള്ള റിഫ്ലക്ഷൻ ആണ് നമ്മൾ ആ ഒരു മൂവിങ് ബാൻഡ് ഓഫ് ലൈറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു നൂലിന്റെ രൂപത്തിലൊക്കെ അതിന്റെ മേലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകതയെ ഒപ്റ്റിക്കൽ എഫക്റ്റ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫിനോമിനൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആ ഒരു സ്റ്റോണിന്റെ ബ്യൂട്ടി ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തെടുക്കുന്നു. സാധാരണ എല്ലാ സ്റ്റോണിലൊന്നും ഈ ഒരു പ്രോപ്പർട്ടി കാണുന്നില്ല. ക്രൈസോബറിൽ കൂടാതെ മറ്റ് ചില സ്പീഷീസിലും റയർലി നമുക്ക് ഈ ഒരു കാറ്റ്സൈ എഫക്റ്റ് അല്ലെങ്കിൽ ചാറ്റോയൻസി എന്ന് പറയും. ഈ ഒരു പർട്ടിക്കുലർ എഫക്റ്റിനെ ചാറ്റോയൻസി എന്ന് പറയും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് കാണുന്ന ചില റയർ സ്റ്റോൺ കൂടെ ഉണ്ട്. ഒന്ന് അതിൽ മെയിൻ ഒരു സ്റ്റോണാണ് ക്വാർട്സ്. അതിനെ നമ്മൾ ക്വാർട്സ് കാറ്റ്സൈ എന്ന് പറയും. അതേപോലെ ടൂർമലിൽ ചിലപ്പോൾ കാണാം ടൂർമലിൻ കാറ്റ്സൈ. പിന്നെ അങ്ങനെ റയർലി പല സ്റ്റോണിലും നമുക്ക് സ്കാപ്പൊലൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ, അപ്പട്ടൈറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് കാറ്റ്സൈ എഫക്റ്റ് വേറെ പല സ്പീഷീസിലും ഈ ക്രൈസോബറിൽ കൂടാതെ കാണുന്നുണ്ട്. ഇപ്പൊ ക്രൈസോബറിൽ ഈ പർട്ടിക്കുലർ എഫക്റ്റ് വരുന്ന സമയത്താണ് ഇതിനെ ക്രൈസോബറൽ കാറ്റ്സൈ എന്നും അതേപോലെ വൈഡൂര്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രത്തോളമാണ് കാറ്റ്സൈ എന്ന സ്റ്റോണിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ സ്റ്റോണുമായിട്ട് കാണുന്നത് വരെ ബൈ.